ചാത്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒത്തുതൊടുന്നൊരു നാളും തീരത്ത്. ഇത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയല്ലേ? ഇവളെന്താണ് കാണിക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ കിടന്ന് കാണിക്കാൻ നാണമില്ലേ? ഇവരുടെ മക്കൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? വളരെ മോശമായിട്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണു സുധി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ മരിച്ചുപോയ കലാകാരൻ സുധിച്ചേട്ടന്റെ ഭാര്യ രേണുക സുധി. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നമ്മുടെ മരിച്ചുപോയ സുധിച്ചേട്ടനുണ്ടല്ലോ, നമ്മുടെ സ്റ്റാർ മാജിക്കിലെ പിന്നെ ഈ സ്കിറ്റുകളും കോമഡി സ്കിറ്റുകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ശ്രദ്ധേയനായ ഒരു കലാകാരൻ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യ രേണുക സുധി. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രേണു ചേച്ചിയെ വലുതായിട്ട് ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ മരണത്തിന് ശേഷം ചേച്ചിയെ ഒരുപാട് പേര് അറിഞ്ഞു തുടങ്ങി. കാര്യം ഒരുപാട് ഇന്റർവ്യൂകളും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ പേജിൽ കൂടെ ആണെങ്കിലും ഒരുപാട് പിന്നെ ലക്ഷ്മി നക്ഷത്ര അവിടെ പോവുകയും ഇന്റർവ്യൂ ചെയ്യുകയും സംസാരിക്കുകയും അങ്ങനെ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് എന്ത് പറഞ്ഞാലും ഏതൊരു ഇന്റർവ്യൂ കൊടുത്താലും അതിനെ എതിർത്തോണ്ട് ഒരുപാട് പേര് രംഗത്ത് വരും, ഒരുപാട് കമന്റ്സ് വരും. ഭയങ്കര നെഗറ്റീവായിട്ട് ഇവരെ ആക്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടർന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സുധിച്ചേട്ടന്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് പിന്നെ ഈ രേണുക ലക്ഷ്മി നക്ഷത്രയോട് പറഞ്ഞപ്പോ ലക്ഷ്മി നക്ഷത്ര ദുബായിൽ പോയി സുധിച്ചേട്ടന്റെ സ്മെല്ലുള്ള ഒരു പെർഫ്യൂം കൊണ്ടു കൊടുത്തായിരുന്നു. അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതിനെ തുടർന്നും ഒരുപാട് ഇതുപോലെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇവരുടെ ഇന്റർവ്യൂസുകളിൽ പല രീതിയിൽ പല കാര്യങ്ങൾ ആൾക്കാർ വളച്ചൊടിക്കുകയും അതേ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു സബ്ജക്ട് ഇവിടെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രേണു തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാന്ത് പൊട്ടിലെ ആ പാട്ടുണ്ടല്ലോ, ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ആ പാട്ടിന് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ഒരു റീല്. ആ പാട്ടിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം റൊമാൻറ്റിക് വൈബുള്ള ഒരു സോങ് തന്നെയാണ്. ഈ ഒരു പോസ്റ്റും അത്യാവശ്യം സിനിമാറ്റിക് ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു റൊമാൻറ്റിക് വൈബോട് കൂടി തന്നെ ഒരു ബീച്ചിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണത്. ആ റീൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. മില്യൺ കണക്കിന് ആൾക്കാരാണ് ആ വീഡിയോസ് കണ്ടിരിക്കുന്നത്. ഷെയറും ഒരുപാട് പോയിട്ടുണ്ട്, ലൈക്കും ഒരുപാടുണ്ട്. സംഭവം എന്തായാലും ഭയങ്കര വൈറലാണ്. ഈ ഒരു സാധനം അങ്ങോട്ട് ഇട്ടതോടെ നമ്മുടെ കമന്റ് ബോക്സിലെ ആൾക്കാർക്ക് കുരു പൊട്ടി തുടങ്ങി. ഇത് നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയല്ലേ? ഇവളെന്താണ് കാണിക്കുന്നത്? ഇവർക്ക് ഇങ്ങനെ കിടന്ന് കാണിക്കാൻ നാണമില്ലേ? ഇവരുടെ മക്കൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? വളരെ മോശമായിട്ടാണ് ഈ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിങ്ങനെയാണ് നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങിയത്. നമുക്ക് എന്തായാലും ഇവരുടെ ആ റീലൊന്ന് ആദ്യം കാണാം. ചാത്തുകുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ഒത്തുതൊടുന്നൊരു നാളും തീരത്ത്. അപ്പൊ ഇതാണ് സംഭവം. 1 മിനിറ്റ് ഉള്ള ഒരു ചെറിയ നല്ലൊരു റീല്. എനിക്ക് തോന്നുന്നു രേണു ചേച്ചി അഭിനയത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കുറച്ചു നാൾക്ക് മുന്നേ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഷോർട്ട് ഫിലിം, മോഹം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ഒരുപാട് ആൾക്കാർ അത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ റീലിന്റെ കുറച്ച് കമന്റ് സെക്ഷൻ ഉണ്ട്, അതിൽ കുറച്ച് കമന്റ്സ് നമുക്ക് വായിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ നെഗറ്റീവ് കമന്റ് കാരണം ഫസ്റ്റ് കമന്റ് തന്നെ രേണു അതിനകത്ത് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, നെഗറ്റീവ്സിന് റിപ്ലൈ ഇല്ല. കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടും. നെഗറ്റീവിനും പോസിറ്റീവിനും എല്ലാം നന്ദി, താങ്ക് ഗോഡ് എന്നാണ് കമന്റ് ചെയ്ത് പിൻ ചെയ്തിരിക്കുന്നത്. ഒരു കമന്റ് ഇതിനകത്ത് കിടപ്പുണ്ട്, ഇപ്പൊ വരും കുറെ എണ്ണം സുധിയുടെ ഭാര്യ കണ്ടില്ലേ കാണിക്കുന്നത് എന്ന് പറഞ്ഞ്. മയിലുകളെ, അവർ അവരുടെ ബാക്കി ജീവിതം കരഞ്ഞു തീർക്കണമെന്നാണോ? ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് അവർ ആഘോഷിക്കട്ടെ, ആസ്വദിക്കട്ടെ, കഴിവുകളിലൂടെ സഞ്ചരിക്കട്ടെ. കുരു പൊട്ടുന്നവന്മാർ മൂലക്കുരുവിനുള്ള അണ്ടിക്കുരു ലേഹ്യം പുരട്ടി കുനിഞ്ഞു നിക്ക് പോയി വല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കമന്റ് വന്നിരിക്കുന്നത്. ആക്ടിംഗ് ആണ്, ഇത് വളരെ മോശമായി പോയി. കമന്റ് ബോക്സിൽ കണ്ടു എനിക്കും ഫുഡ് കഴിക്കണം എന്ന്. അതിന് ഇങ്ങനെ ഒരു വീഡിയോ അല്ലാതെ വേറെ എടുക്കാൻ കഴിയില്ലേ രേണു? തന്നെ ഞാനും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇക്കാര്യത്തിൽ അത്
ഇല്ലടോ, സുധിച്ചേട്ടൻ പോയിട്ട് ഇങ്ങനെ വേണമായിരുന്നു, മോശം തന്നെ ആയിപ്പോയെന്ന്. അപ്പൊ ഇങ്ങനത്തെ കമന്റ് ഇടുന്നവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അവര് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ബീച്ചിൽ വെച്ചാണ്. ബീച്ച് എന്ന് പറഞ്ഞാൽ 4 ചുവരുകളുള്ള ഒരു ബീച്ചല്ല കേട്ടോ, ഓപ്പൺ ആണ്. ക്യാമറമാൻമാര് കാണും, അവിടെയുള്ള സഞ്ചാരികൾ കാണും, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധനമേ അവിടെ നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, സിനിമയിലൊക്കെ എന്തോരം ഇന്റിമേറ്റ് സീനാണ് വരുന്നത്. ഒരുപാട്, ഇതൊന്നും അല്ല, ഇതിനേക്കാളും അപ്പുറത്തെ ഇന്റിമേറ്റ് സീൻ വരുന്നുണ്ട്. അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. അങ്ങനെ ഒരു രീതിയിൽ കണ്ടാൽ മതി ഇതിനെയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാന്ന് പറയാൻ ആർക്കും ഒരു അവകാശവുമില്ല. അല്ല, നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ കമന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ഭാര്യ ഇങ്ങനെ എപ്പോഴും വെള്ള സാരിയെ കൊടുത്ത് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് എപ്പോഴും കരഞ്ഞു കൂവിയും ഒരു മുറിക്കകത്ത് വീടിന്റെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് അക്സെപ്റ്റഡ് ഈ റിയാലിറ്റി, മൂവ് ഓൺ, അത്രേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. ഇനി അടുത്ത ഒരു കമന്റ് വായിക്കാം. ഞാൻ എന്റെ സുധിച്ചേട്ടന്റെ ഓർമ്മകളിലൂടെ ജീവിക്കും. അപ്പൊ ഇത് ഏതോ ഒരു ഇന്റർവ്യൂല് നമ്മുടെ രേണു ചേച്ചി പറഞ്ഞ ഒരു വേർഡ്സ് ആണ് ഈ പറയുന്നത്. സുധിച്ചേട്ടന്റെ ഓർമ്മകളിൽ ജീവിക്കൂ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, 24/7 ടൈം ഫുൾ ടൈം ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമെന്നല്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം തീർച്ചയായിട്ടും മരിച്ചു പോകും. ആ മരിച്ചുപോയ ഒരു വ്യക്തിയെ കുറിച്ച് 24 അവേഴ്സും ഒരാള് ഓർത്തിരിക്കാൻ പോകുന്നില്ല. ആ ഒരു ഫീലിങ്സ് ഉള്ളിലുണ്ടാവും. എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. ആ ഒരു ടൈമിൽ കുറെ നാളത്തേക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ ടൈമിലും ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പം സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഒത്തിരി നാളായി. ഇനി അവർ അതും ഓർത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല. എത്ര പേരുണ്ട് മരിച്ചു പോകുന്ന ഒരാളെ കുറിച്ച് എല്ലാ നിമിഷവും എല്ലാ മൊമെന്റും ഇങ്ങനെ ഓർത്തോർത്തിരിക്കുന്നത്, അങ്ങനെ ഓർത്തോർത്ത് ദുഃഖിക്കുന്നത്? അങ്ങനെ അവരെ കളിയാക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ പുള്ളിക്കാരി ഒരു പ്രൊഫഷണൽ ആയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. അവർക്കൊരു സ്ഥിര വരുമാനം വേണം, അവരുടെ പിള്ളേരെ നോക്കണം. നാളെ ആക്ടിങ്ങിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. രക്ഷപ്പെടട്ടെ, അത് നല്ല കാര്യമല്ലേ. അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത്, നന്നായിട്ടുണ്ട്, പക്ഷേ സുധിച്ചേട്ടനെ ഓർത്തു പോകുന്നു. പിന്നെ അടുത്തത് വരുന്നത്, അഭിനയിച്ചു ജീവിക്കാം, പക്ഷെ ഈ വീഡിയോ മോശമായി പോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയുള്ള ഓരോ കമന്റുകളാണ് തെറി കമന്റിനേക്കാൾ കൂടുതൽ മനസ്സിൽ കൊള്ളുന്നത്. ഇത് കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ സുധിച്ചേട്ടനെ ഓർത്തു പോകുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് നിങ്ങളൊരു റീലായിട്ട് കണ്ടാൽ പോരെ? എത്രയോ ഫിലിം സ്റ്റാർസ് അഭിനയിക്കുന്നു, ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ രേണു ചേച്ചി ഒരു കാര്യം ചെയ്താൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അടുത്ത ഒരു റീൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് ഒരു വിധവയെ പോലെ വെള്ള സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഭസ്മൊക്കെ തൊട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ ബീച്ചിൽ കൂടെ നടക്കുന്ന ഒരു റീൽ എടുക്കുക. അതായിരിക്കും വളരെ നല്ലത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാ 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 അതും കൂടി വേണം. ഇതിനകത്ത് വേറൊരു കമന്റ് വന്നിട്ടുണ്ട്, ഇത് കാണുന്ന സുധിച്ചേട്ടന്റെ മക്കൾ. ഈ ആക്ടേഴ്സിനും അതുപോലെ തന്നെ നടിമാർക്ക് എല്ലാവർക്കും മക്കളും ഭാര്യയും ഭർത്താവും ഒന്നും ഇല്ലേ? എത്രയോ മിക്ക നടന്മാരും നടികളും എത്രയോ ഇന്റിമേറ്റ് സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കാർക്കും ഭാര്യ മക്കളൊന്നും ഇല്ലേ? അക്സെപ്റ്റ് റിയാലിറ്റി. കാരണം അതൊരു ആക്ടിംഗ് ആണ്. ഒരു ആക്ടിംഗ് ആണെന്ന് മാത്രം മനസ്സിലാക്കുക. എന്നാൽ അവിടെ വേറൊരു സാധനം കൊണ്ടുവരാതിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് തുണി അഴിച്ച് അഴിഞ്ഞാടുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് തോന്നിയവാസമേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ മലയാളികൾ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീലിനകത്ത് വളരെ മോശമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അവർ ആ സിനിമയിലെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ആ സിനിമയിൽ എങ്ങനെയാണ് അതിലും കണ്ടിട്ടില്ലേ? ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അതിലും. എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവുമെന്ന്. ഇങ്ങനെ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേര് തന്നെ ഇങ്ങനെ സുധിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് ഈ പുള്ളിക്കാരന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഈ കമന്റ് ഇട്ട ആളാണ് അബീഷ് എന്ന് പറയുന്ന. അബീഷിന്റെ ഒരു പ്രൊഫൈലാണിത്. കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരനാണ്. ഈ പ്രൊഫൈൽ പിക്ക് എനിക്ക് തോന്നുന്നു ഒരു യൂറോപ്പിലും കണ്ടുള്ളതാണെന്ന് തോന്നുന്നു. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട്, ഞാനത് പറയാൻ കാരണം ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഉള്ള കാര്യം പറയാലോ. അടുത്ത കമന്റ് നോക്കാം. എല്ലാം സുധിച്ചേട്ടന്റെ സന്തോഷത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ആശ്വാസം എന്ന്. സുധിച്ചേട്ടന്റെ കാര്യത്തിൽ എന്ത് കൺസേൺ ആണ് ആൾക്കാർക്കെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ അവന്റെ ചാനൽ അതിൽ കയറി അവന്റെ പേജിൽ നോക്കിയാൽ പന്നത്തരമുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയാണ്. എന്നിട്ടാണ് അവൻ ഈ പണി കാണിക്കുന്നത്. അപ്പൊ അടുത്ത ഒരു കമന്റ് വായിക്കാം. എനിക്ക് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ. അങ്ങേരുടെ മരണം ഒരു ഞെട്ടലോടെ തന്നെയാവും ഒട്ടുമിക്ക മലയാളികൾ മറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോ ആ മനുഷ്യന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് ഭാര്യ എന്ന് പറയുന്ന ഈ സാധനം പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒരുപാട് മാറ്റമുണ്ട്. അങ്ങേര് ജീവിച്ചിരിക്കുമ്പോൾ ഈ സാധനത്തിനെ അത്രമേൽ മലയാളികൾ അറിയുക പോലും ഇല്ലായിരുന്നു. ഇപ്പോ പക്ഷേ ഇവളുടെ സ്വഭാവ മാറ്റങ്ങൾ ഒരുപാട് മാറി. പിന്നെ അങ്ങേര് മരിച്ചില്ലേ,
ഇവൾ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കണോ എന്ന് ചോദിക്കുന്നവരോട് സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴും ഇവൾക്ക് ഇവളുടെ കഴിവുകൾ കാണിക്കാമായിരുന്നു. പക്ഷെ അന്ന് ഇവൾ നല്ലൊരു ഭാര്യയായിരുന്നു. ഇന്ന് അങ്ങേരുടെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് ഫേമസ് ആവാൻ നോക്കുന്നു. ഈ പറയുന്ന സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരന്റെ ഭാര്യ ഫേമസ് ആവുന്നതെന്ന് ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. വേറൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, അത് തന്നെ നമുക്കൊന്ന് നോക്കാം. രേണുവിന്റേതായിട്ടുള്ള ഒരു ജീവിതം, രേണുവിന്റേതായിട്ടുള്ള സമ്പാദ്യം, രേണുവിന്റേതായിട്ടുള്ള സമയം, അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കണ്ടേ? എന്റേതായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടനും മക്കളും നമ്മുടെ ഫാമിലി ആയിരുന്നല്ലോ നമുക്ക് ഇത്രയും നാളും. അതായിരുന്നു ലോകം. പിന്നെ അല്ലാതെ നമുക്ക് വലിയ ലോകങ്ങളൊന്നുമില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ ഇവിടെ ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്ന സമയത്ത് ആർക്കും ഞങ്ങളെ അറിയത്തില്ലായിരുന്നു. ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആർക്കെങ്കിലും അറിയുന്നില്ല. അതിനകത്ത് എന്താ പറയാ, സുധിച്ചേട്ടൻ ഉള്ള പോലെ തന്നെ എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഉള്ള പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഒതുങ്ങിക്കൂടാനാണ് താല്പര്യം. ഇപ്പൊ പിന്നെ മക്കളുടെ ഭാവി, മക്കളെ നോക്കി ജീവിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാ. പിന്നെ നല്ലൊരു ജോലി കിട്ടണമെന്നുണ്ട്. ജോലി കിട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവുക. സോ ആ കമന്റിലുള്ള മറുപടി ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുള്ള സമയത്ത്, സുധിച്ചേട്ടനുള്ള സമയത്ത് ഇവർക്കൊന്നും അറിയണ്ടായിരുന്നു. കാര്യം പുള്ളിക്കാരൻ തന്നെ ഇവരെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. ഒരു ഭാര്യയായിട്ട് മാത്രം നിന്നാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരു ഭർത്താവ് ഇല്ലാതെ വരുമ്പോഴാണ് ഓരോരുത്തരെയും വില മനസ്സിലാക്കുന്നത്. വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല. തന്റെ മക്കളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കണം. ആ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ അവർക്കൊരു ജോലി ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതും ഒരു ജോലി തന്നെയാണ്. വേറെ പുള്ളിക്കാരൻ കമന്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. കുറെ നാറിയ കമന്റ് ആണ് കേട്ടോ. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. കാര്യം എനിക്ക് വായിക്കാൻ പോലും തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. ശരിക്കും പറഞ്ഞാൽ എന്തോ ഫേക്ക് ഐഡി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്നത്. ഇത് കണ്ടോ, ഈ പുള്ളിയാണ് ഈ ഒരു ആർമിക്കാരെ പോലും പറയിപ്പിക്കുന്ന ഒരു എന്ത് പറയാനാണ്, ശരിക്കും പറഞ്ഞാൽ ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്. ആർമിക്കാരെ പോലും വെറുതെ വിടാത്ത സാധനം. അടുത്തൊരു കമന്റ് കൂടെ നോക്കാം. സുധി മാത്രം സ്പർശിച്ച വയർ ഇനി ആരൊക്കെ ഇതുപോലെ സ്പർശിക്കാൻ പോകുന്നു. എന്തുവാടെ ഇത്? സുധിയുടെ മകൻ ഇതൊന്നും കാണുന്നില്ലേ? ഇതൊക്കെ പക്ക ഫേക്ക് ഐഡി എന്ന് വന്നിട്ടാണ് ഈ നാറിയ കമന്റ് ഇടുന്നത്. ഒരു തലയും വാലും ഒന്നും ഇല്ലാത്ത അക്കൗണ്ട്. സത്യം പറഞ്ഞാൽ സ്വന്തം പ്രൊഫൈലിൽ നിന്ന് വന്ന് കമന്റ് ഇടാനുള്ള ഉറപ്പില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തലയും വാലും ഒന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന് ഇങ്ങനെ പറയുന്നത്. അടുത്ത കമന്റ്, മുകളിൽ സുധിച്ചേട്ടൻ ഇതൊന്നും കാണാതെ എന്നെ നേരത്തെ വിളിച്ചത് നന്നായിരുന്നു. ചേട്ടനോടുള്ള സ്നേഹം ഒന്ന് അണ്ണാപ്പൊട്ടി ഒഴുകുവാണ് ഇവിടെയുള്ള മലയാളികൾക്ക്. ഇത് സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വന്ന് കമന്റ് ഇടുന്നതുകൊണ്ട് എന്ത് സംതൃപ്തിയാണ് ഇവർക്കൊക്കെ കിട്ടുന്നതെന്നാ മനസ്സിലാവാത്തത്. അടുത്ത കമന്റ്, സുധിയെ ചതിച്ചു നായി. കൊല്ലം സുധിച്ചേട്ടൻ മരിച്ച കാര്യം ചായം കുടിച്ചിരുന്ന് കേട്ട വ്യക്തിയായിരിക്കും ഇത്. ഇവരുടെ റീല് കണ്ടിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ ഇരുന്ന് വാരി വിതർന്നത് വിഷമം പൊട്ടിക്കരയും അങ്ങ്. അടുത്ത കമന്റ്, സിഗ്മ സീരീസിൽ ഉടൻ പ്രതീക്ഷിക്കുന്നു, നിരാശരാക്കരുതെന്ന്. അവന്റെ പ്രൊഫൈലാണിത്. വിഷ്ണു എന്നാണ് പേര്. ഫേക്ക് ഐഡി ആണോ എന്തോ. അപ്പൊ ചേച്ചിയെ സിഗ്മ സീരീസിൽ കാണാനായിട്ട് വളരെ ആഗ്രഹമുണ്ട് നമുക്ക് ഈ പുള്ളിക്കാരനെ. ഒരു കമന്റ്, വല്ലാത്ത കഴപ്പ് തന്നെ രണ്ടിനും. പാവം ആ സുധിച്ചേട്ടൻ മരിക്കാൻ കാത്തിരിക്കുമായിരുന്നു ഇവൾ. എടാ ദാസപ്പ, തനിക്ക് എന്തിന്റെ ഇതാണ്? തനിക്ക് KCB-യിൽ തന്റെ ജോലി നോക്കി ഇരുന്നാ പോരെന്ന്. ഷഹീദ് കളപ്പിങ്കലിന് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. ഇത് കണ്ടില്ലേ, എന്തുവാണ് സുധിച്ചേട്ടൻ, അയ്യോ ഞങ്ങളുടെ സുധിച്ചേട്ടൻ എന്നും പറഞ്ഞ എന്തുവാ പൊട്ടിക്കരയുവാണ്. ഒന്നും മനസ്സിലാക്കണം, ഇത് കൊല്ലം സുധിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ റീലിന്റെ അടി വന്ന് 4 പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളവന്മാരെ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് കമന്റുകളാണ് ഇങ്ങനെ ആ കമന്റ് ബോക്സ് നിറയെ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, അത് വളരെ നല്ലത്. ഈ കമന്റ് ഇടുന്നവരെ പറ്റി രേണു തന്നെ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടോ. കുറച്ച് പേര് ഫുള്ള് സപ്പോർട്ട്. ചേച്ചി ഇങ്ങനെ തന്നെ പോണം, രേണു ഇങ്ങനെ തന്നെ പോണം, രേണു കരഞ്ഞ മൂലക്ക് ഇരിക്കേണ്ടവളല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, നിന്ന് ചീത്തയായിരിക്കും. ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന്. ഇപ്പൊ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കാണുന്നതിന് ഞാൻ കൊടുക്കും. കാരണം ഇവരോർക്കണം ഞാനിതൊന്നും വായിക്കുന്നില്ല. അന്ന് പറഞ്ഞ ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല, മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും. അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച്. ഇപ്പൊ ഞാൻ അതിന്റെ അടിയിൽ മര്യാദയ്ക്ക്, നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരിക്കും. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് അവൻ പറഞ്ഞത്. ഏതവൻ ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു. കാരണം ഞാൻ റിപ്ലൈ കൊടുത്ത് പബ്ലിക്കായിട്ട് ഞാൻ അവന് പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത് നിനക്കിട്ടുള്ളത്. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ. അപ്പൊ കേട്ടില്ലേ, എത്ര കിട്ടിയാലും ജനങ്ങൾ പഠിക്കില്ല എന്നുള്ളതാണ്. ഈ കമന്റ് ഇടുന്നവരൊക്കെ ഒരു കാര്യം ആലോചിക്കണം. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചകത്തിട്ടു. അങ്ങേർക്ക് പണമില്ലാഞ്ഞിട്ടല്ല അങ്ങേരെ പിടിച്ചകത്തിട്ടത്. വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവന്മാരെ എല്ലാം പൊക്കിയെടുത്ത് അകത്തിടാനുള്ള ടെക്നോളജിയൊക്കെ നമ്മുടെ പോലീസിന് അറിയാം.
പോലീസിനും സൈബർ സെല്ലിനും അതൊക്കെ നിസ്സാരമായിട്ട് കഴിയും. ഇവരൊരു കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ PKD ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്തായാലും അവന്മാര് വെക്കും. അതൊക്കെ ഒന്ന് ഈ മനസ്സിലാക്കിയ കൊള്ള ഈ കമന്റ് ഒക്കെ ഇടുന്നവന്മാര്. ഈ ഹണി റോസ് ആണെങ്കിലും ഹണി റോസിനെതിരെ കമന്റ് ഇട്ടവന്മാരെ എല്ലാം പൊക്കി GP കൊണ്ടുപോയതാണല്ലോ. അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇവർക്ക് തോന്നുവാണ് നിങ്ങൾക്ക് എതിരെയൊക്കെ ഒരു കേസ് തരണമെന്ന്, അകത്ത് കിടക്കും എന്തായാലും. ഉള്ള കാര്യം ഞാൻ പറയാം, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് തടയാൻ പറ്റിയില്ല, പിന്നെയാണ് നിങ്ങൾക്കൊക്കെ. എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചു. നെഗറ്റീവ് കമന്റ് ഇടുന്നവരെല്ലാരും ഒന്ന് സൂക്ഷിച്ചു. PKD ആണ്, എന്നെ ആരും പൊക്കില്ല എന്നൊന്നും പറഞ്ഞിരിക്കൊന്നും വേണ്ട. വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെയല്ല നിന്റെ ജാതകം അടക്കം വരെ പൊക്കും. ഈ കൊല്ലസുതി മരിച്ചതിന് ശേഷമാണ് ഇവര് ഫേമസ് ആയത്, അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതൊരു തരത്തിലും അവരെ ഒരു കച്ചവടമാക്കാൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ അവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമായിരുന്നു, അല്ലെങ്കിൽ ബ്ലോഗ് തുടങ്ങാമായിരുന്നു. നല്ല വരുമാനവും നല്ല വ്യൂവർഷിപ്പും കിട്ടിയേനെ. പക്ഷെ അത് അവരൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം കുറച്ച് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഇവരുടെ റീലൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നോക്കിക്കേ, ഒരു പ്രൊമോഷൻ വർക്ക് പോലും ഇല്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന് ഈ ഇവര് റീൽ ഇടുന്നത് വെച്ചിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടത്തൊന്നുമില്ല, മോണിറ്ററി ബെനിഫിഷ്യൻ ഒന്നും ഇല്ല. വേണമെന്നെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫെയിം ഉപയോഗിച്ച് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവരതിന് മുതിർന്നിട്ടില്ല എന്നാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് വെള്ളസാരി കൊടുത്ത് അദ്ദേഹത്തെ മാത്രം ഓർത്ത് ജീവിക്കാനൊന്നും ആർക്കും ഇവിടെ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ലൈഫ് ഉണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച് മുന്നോട്ട് പോട്ടെ. അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.